ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അഹങ്കാരം കൊണ്ട് പറയുകയല്ല, എന്നാൽ പറയാതിരിക്കാനും വയ്യ. എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചൊരു വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഇതിനേക്കാൾ നന്നായിട്ട് വെറുപ്പിച്ച വേറൊരു വണ്ടിയുണ്ട്, പക്ഷേ അത് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഏകദേശം അത്ര തന്നെ എന്നെ വെറുപ്പിച്ചിട്ടുള്ള, ഡ്രൈവിങ്ങിൻ്റെ ടൈമിലൊക്കെ എന്നെ വെറുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ കാണുന്ന റെനോൾട്ടിൻ്റെ ട്രൈബർ എന്ന് പറയുന്നത്. 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആ റോ ഉണ്ടല്ലോ, 2 പേർക്ക് ഇരിക്കുന്ന അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ കൺജസ്റ്റഡ് ആണ്. മുതിർന്നവർക്കൊന്നും അത്ര നന്നായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസ് തീരെയില്ല ഈ വണ്ടിക്ക്. അഥവാ ആ ഒരു സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ വെക്കാമെന്ന് മാത്രം. ഓക്കെ, ബേസിക്കലി ഒരു 4 സീറ്റർ വണ്ടിയാണ്. അതിന് കുറച്ചൊരു ലെങ്ത്ത് കൊടുത്തിട്ട് 7 സീറ്റർ ആക്കി, അത്രയേ ഉള്ളൂ. ഇനി ഈ വണ്ടിയിൽ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഏടാകൂടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി, ഇപ്പോൾ ഇതാ ഞാനിവിടെ വണ്ടി ഓൺ ചെയ്ത് വെച്ചേക്കാണ്. എഞ്ചിൻ ഓണല്ല, പവർ ഓണാണ്. ഇതെനിക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, പുതിയ വണ്ടിയാണ്, ഒരുപാട് പഴക്കമൊന്നുമില്ല. സാധാരണ എല്ലാ വണ്ടിയിലും ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ വരും, വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് മോഡിലേക്ക് പോകും, പിന്നെ ഒന്ന് പ്രസ് കഴിഞ്ഞാൽ എല്ലാ പവറും ഓഫാവും. അതാണ് നടക്കേണ്ടത്. പക്ഷേ ഈ വണ്ടി എങ്ങനെ ഇത് ഓഫ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്താൽ മാത്രമേ പവർ ഓഫ് ആവത്തുള്ളൂ. അത് ഒന്നാമത്. അടുത്തത് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ചാർജ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ഇല്ല ഇതിൽ. ഓക്കെ, ഇതാ ഇവിടെ കാണാം ആ ഒരു പോർട്ട്, അത് മീഡിയയിലേക്കുള്ള പോർട്ടാണ്. അതല്ലാതെ സെപ്പറേറ്റ് ചാർജിങ് ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ആകെ വരുന്നത് ബാക്കിൽ ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് ഒരു ചാർജിങ് പോയിൻ്റ്. ഇപ്പോൾ ഇതിൽ കുത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്, എൻജിൻ ഓൺ ചെയ്താൽ മാത്രമേ ചാർജ് കയറുള്ളൂ. എൻജിൻ ഓഫ് ആണെങ്കിൽ ചാർജ് കയറില്ല. അതൊരു പോരായ്മയാണ്. ഇനി സീറ്റ്, ഡ്രൈവിംഗ് സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ലൊരു 7 സീറ്റർ വണ്ടിയാണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുറച്ച് തടിയൊക്കെ ഉള്ള വലിയ ആൾക്കാർക്ക് ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. ഇതിപ്പം ഹാൻഡ് റെസ്റ്റ് ആണ് റൈറ്റ് സൈഡിൽ കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ല ഈ വണ്ടിക്ക്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോ, സൈഡ് വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് എനിക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇവിടെ എൻ്റെ കൈ ഇടിക്കുകയാണ്. ഞാൻ നോർമലി ഇപ്പം ഞാൻ ഡ്രൈവിംഗ് മോഡിലാണ് ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എനിക്കിതാ ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ കൈ ഫങ്ഷനിങ് വരുന്നത്. എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എൻ്റെ കൈ ഇവിടെ ഇടിച്ച് നിൽക്കണം. എനിക്ക് സീറ്റ് കാരണം കൈ പുറകോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ കൈ പൊക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇതുണ്ടല്ലേ, സാധാരണ ഇതിൽ ഇങ്ങനെ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നമ്മളൊക്കെ. പക്ഷേ ഇവിടെ ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്ങിൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ തന്നെ തെറ്റായിപ്പോയി, അതൊന്ന്. പിന്നെ വേറൊന്ന്, ഇപ്പം പവർ ഓൺ ആണ് കേട്ടോ, പക്ഷേ ഇതൊന്നും വർക്കാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എൻജിൻ ഓൺ ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ, അല്ലാത്ത ടൈമിൽ ഇത് വർക്കാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ എന്താ പറയുക, നിസ്സാരെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഇത് നിസ്സാരമല്ല. കാരണം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാവാനൊക്കെ ഇത് കാരണമാവും. കാരണം മുമ്പത്തെ ഒരു വണ്ടിയിൽ എൻ്റെ അടുത്തൊരു സ്വിഫ്റ്റ് വണ്ടി, ഇപ്പോഴല്ല, ഒരു 6-7 വർഷം മുമ്പ് ഒരു സ്വിഫ്റ്റ് ഡിസയർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു, വലിയൊരു ആക്സിഡൻറ്റ്. അത് ആക്സിഡൻ്റ് ആവാനുള്ള ഒരൊറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണിൻ്റെ പൊസിഷൻ കുറച്ച് ഉള്ളിലേക്കായിപ്പോയി. അതായത് നമുക്ക് സാധാരണ ഇങ്ങനെ, ഈ വണ്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ, നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൈവച്ച് മാത്രമേ ഹോൺ അടിക്കാൻ പറ്റുള്ളൂ. ഹൈവേസിലൊക്കെ ഇങ്ങനെ വെച്ച് അടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിലായിപ്പോയി. ഇതേ പ്രശ്നം അന്ന് സ്വിഫ്റ്റിനുണ്ടായിരുന്നു. ഞാൻ ഹോൺ അടിക്കാനുള്ള സമയത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. അവസാനം പെട്ടെന്ന് ഒരാൾ വണ്ടി എടുത്തിട്ട് 2 വീലർ എടുത്ത് കുറുകെ ചാടിയപ്പോൾ എനിക്ക് വണ്ടി വെട്ടിക്കാൻ പറ്റിയില്ല. കാരണം കൈ ഇവിടെ ഈ പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്, ഒരു കൈ മാത്രമായിരുന്നു സ്റ്റിയറിംഗിൽ ഉണ്ടായിരുന്നത്. അതൊരു ആക്സിഡൻറ്റിന് കാരണം. അപ്പോൾ നിസ്സാരെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വലിയ അപകടങ്ങളിലേക്ക് നയിക്കപ്പെടാം. ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, തികച്ചും പരാജയമാണ്.